വിവാഹം കഴിക്കണമെന്ന ആവശ്യം ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരുന്നു. കാമുകനെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു കാമുകി. ആദ്യം നമ്മൾ പറഞ്ഞത് ഗുഡ്ഗാവിൽ നിന്നുള്ള വാർത്തയാണെങ്കിൽ ഇത് തൊട്ടടുത്ത് ഹരിയാനയിൽ തന്നെ ഫരീദാബാദിലാണ്. ജൂലൈ 25-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. മധ്യപ്രദേശിലെ സത്ന ജില്ലാ സ്വദേശിയായിട്ടുള്ള അനിത എന്ന 33-കാരിയാണ് സ്വന്തം കാമുകനെ കഴുത്തറുത്ത് ഇങ്ങനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. കാമുകൻ, അയാളുടെ പേര് സദാഖത്ത് എന്നാണ്. ഈ സദാഖത്തിന് ഇവൾ മദ്യം നൽകി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് അവളെ എത്തിച്ചത്? വിവാഹം കഴിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ആ പെൺകുട്ടി അനിത. എന്നാൽ സദാഖത്ത് അത് വൈകിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ കൊന്നുകളയാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, നിശ്ചയത്തിലേക്ക് അവളെ എത്തിച്ചതെന്ന് അവൾ പോലീസിന് നൽകിയ മൊഴിയിൽ, പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചുവെന്നാണ് പറയുന്നത്. അനങ്പൂർ ഗ്രാമത്തിലെ അവൾ താമസിക്കുന്ന ആ മുറിയിലേക്ക് ഈ സദാഖത്തിനെ അവൾ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മദ്യം നൽകി. രാത്രി ഏറെ വൈകി. മദ്യലഹരിയിൽ ഈ സദാഖത്ത് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ സമയം, തിരികെ ബോധത്തിലേക്ക് വരില്ല എന്നുറപ്പാക്കിയ സമയം തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. इसके अंदर एक व्यक्ति के मृतक होने की सूचना प्राप्त हुई थी, जिसमें पुलिस टीम मौके पर पहुंची। तो इस घटनाक्रम के संबंध में जो मृतक व्यक्ति था उसकी पहचान सदाकत नाम के रूप में हुई थी, जिसकी उम्र 36 वर्ष थी, जो अलीगढ़ उत्तर प्रदेश का रहने वाला था और फिलहाल अनंतपुर गांव में किराए पर रह रहा था। जो इस घटनाक्रम के संबंध में उसके भाई द्वारा एक शिकायत दी गई जी। जो मृतक था और जो आरोपिता है वे दोनों शादीशुदा हैं और वे ओमेक्स जो अपनी सोसाइटी है इसमें सूरजकुंड एरिया में, उसमें वो काम करते हैं। वो पेंटर का काम करता था, महिला झाड़ू पोछा का घर का काम करती थी। तो उनकी वहाँ पे ही काम करते के दौरान जान पहचान हुई थी और उनके संपर्क हो गए थे। जो महिला थी उसके पति द्वारा उसको छोड़ा हुआ था और जो महिला थी उसको दबाव बना रही थी उस पर शादी करने का, लेकिन वो उसको टरका रहा था। तो इसी के चलते उसने वारदात को अंजाम दिया। ഈ കൊലപാതകം നടത്തിയ ശേഷം അനിത ആ മുറി പുറത്തു നിന്നും പൂട്ടി സ്ഥലം വിട്ടുകളഞ്ഞു. ഫരീദാബാദിലെ ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ ഈ ശുചീകരണ തൊഴിലാളിയായി ജോലി നോക്കുന്നയാളാണ് അനിത. ശരിക്കും ഈ അനിത നേരത്തെ വിവാഹിതയാണ്. ഈ സദാഖത്തും വിവാഹിതനാണ്. അയാൾക്ക് ഇപ്പോഴുമുണ്ട് കുടുംബവും കുട്ടികളുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കണമെന്നുള്ള നിർബന്ധത്തെ അയാൾ അത്രമേൽ ഗൗരവത്തോടുകൂടി കണക്കാക്കാത്തതും അതിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെ ഈ വിവാഹം കഴിക്കണമെന്ന അവളുടെ ആവശ്യത്തെ തള്ളിക്കൊണ്ടിരുന്നതാണ് അനിതയെ ചൊടിപ്പിച്ചത്. ഈ അനിതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് നേരത്തെ. അതിനുശേഷമാണ് ഈ സദാഖത്തുമായി അവൾ പ്രണയത്തിലാകുന്നത്. ഈ അനങ്പൂർ ഗ്രാമത്തിൽ ഈ അനിതയും സദാഖത്തും നേരത്തെ ഒരുമിച്ച് താമസം തുടങ്ങി. പക്ഷേ ഇവർ തമ്മിൽ വിവാഹിതരല്ല. അങ്ങനെ ഒരു ബന്ധമാണെന്ന് അറിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിന്റെ ഉടമ അവളോട് ആ മുറിയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ അനങ്പൂർ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തായ ടോംക മൊഹല്ല, അവിടെ ഒരു മുറിയെടുത്ത് വീണ്ടും ഇവർ വാടകയ്ക്കെടുത്തു. ഇവിടെ സദാഖത്ത് നിത്യമായി അനിതയെ സന്ദർശിക്കാൻ എത്തുമായിരുന്നു. എന്നാണ് ഈ കൊലപാതകം കഴിഞ്ഞ് സദാഖത്തിനെ കാണാതായതോടുകൂടി മിസ്സിംഗ് കേസ് കാട്ടി അയാളുടെ സഹോദരൻ നസാഖത്ത് അലി ഒരു പരാതി നൽകി പോലീസ്. അങ്ങനെയാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത്. ജൂലൈ 23 അലിഗഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സഹോദരൻ എന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് ഫോണിൽ വിളിച്ചു, പക്ഷേ ഫോണിലും കിട്ടാതെയായി. അനിതയോട് അന്വേഷിച്ചപ്പോൾ സദാഖത്ത് തൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നാണ് അവർ ഈ സഹോദരനോട് മറുപടി നൽകിയത്. അങ്ങനെ അനിതയെ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ സഹോദരൻ നസാഖത്ത് പോലീസിനെ വീണ്ടും സമീപിച്ചു. അങ്ങനെയാണ് പോലീസ് വ്യാഴാഴ്ച അനിത താമസിക്കുന്ന ആ വാടക മുറിയിലേക്ക് എത്തുന്നതും അവിടെ അഴുകി തുടങ്ങിയ നിലയിൽ സദാഖത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നതും. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുള്ള കൊലപാതകമാണ് നടത്തിയതെന്ന് പോലീസ് ആ പരിശോധനയിൽ തന്നെ സ്ഥിരീകരിച്ചു. സദാഖത്തിന്റെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരജ്ഗഡ് പോലീസാണ് കൊലപാതകത്തിന് എഫ്ഐആർ ഇട്ടത്. വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് അനിതയെ പോലീസ് പിടികൂടുന്നത്. കോടതിയിൽ ഹാജരാക്കി പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിലും വിട്ടിരിക്കുകയാണ്. എന്നാലും വിവാഹം കഴിക്കണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം, ആ ആവശ്യത്തെ
ശരിയാക്കാം, പിന്നീടാകാം എന്ന് പറഞ്ഞൊഴിഞ്ഞതിനാണ് ആ കാമുകനെ അവൾ കഴുത്തറുത്തു കൊന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.